പുറത്തുനിന്നുള്ള ഒരു കാറ്റിനും മഴയ്ക്കും ഒന്നിനും തകർക്കാൻ പറ്റാത്ത ഒരു സങ്കേതം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ശാശ്വതമായ സമാധാനം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ അത്? അപ്പോ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊന്ന് സ്വന്തമാക്കാൻ പറ്റുക? വരൂ, നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തില് ഇടയ്ക്കൊക്കെ കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമ്പോ മനസ്സിലൊരു പേടി വരാറില്ലേ? അയ്യോ, ഇതെങ്ങാനും കൈവിട്ടു പോകുമോ എന്ന്, അല്ലേ? നമ്മുടെയൊക്കെ ഒരു പേടിയാണത്. അപ്പോ ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയ മനഃശാന്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുക? അപ്പോ ഈ ഒരു വലിയ ചോദ്യത്തിനുത്തരം എവിടെ കിട്ടും? അതിനൊരു വഴിയുണ്ട്. സ്വാമി ചിദ്ഭവാനന്ദരുടെ ഒരു ദൈനംദിന ധ്യാനത്തില് ഇതിന് വളരെ മനോഹരമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം തരുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ ശക്തവുമായ ഒരു രൂപകമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കൊട്ടാരം പണിയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോ പോയിന്റ് ഇതാണ്: നമ്മുടെ സമാധാനത്തെ ഒരു ചില്ലുപാത്രം പോലെ എപ്പോഴും പേടിച്ച് സംരക്ഷിക്കുന്നതിന് പകരം അതിനെ നമ്മുടെ ഉള്ളിൽ ആർക്കും തകർക്കാൻ പറ്റാത്തൊരു കോട്ടയായി, ഒരു കൊട്ടാരമായി അങ്ങ് പണിയാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോ റെഡിയല്ലേ? നമുക്ക് ഒരുമിച്ച് ആ ആന്തരിക കൊട്ടാരം എങ്ങനെ പടിപടിയായി നിർമ്മിക്കാമെന്ന് നോക്കാം. ഏതൊരു വലിയ നിർമ്മിതിക്കും ഏറ്റവും പ്രധാനമെന്താ? അതിന്റെ ഫൗണ്ടേഷൻ അല്ലേ? അടിത്തറ. അത് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് എന്തു പണിതിട്ടും കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ആന്തരിക കൊട്ടാരത്തിന്റെ കാര്യവും. അതിന്റെ അടിത്തറയാണ് വിശ്വാസം. വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഒന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു അന്ധമായ ഒന്നല്ല. മറിച്ച് എനിക്കിങ്ങനെ ഒരു ആന്തരിക സങ്കേതം പണിയാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, പിന്നെ അതിന് ബലം നൽകുന്ന നല്ല കാര്യങ്ങളിലുള്ള ഒരു ഉറച്ച ബോധ്യം. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിന്റെ അടിസ്ഥാനം. ഓക്കേ, അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. ഇനി എന്തു വേണം? ചുമരുകൾ വേണം, അല്ലേ? വെറുതെ ചുമരുകളല്ല, നല്ല ഉറപ്പുള്ള 4 പുണ്യങ്ങളുടെ ചുമരുകളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൊട്ടാരത്തിന്റെ ഒന്നാമത്തെ ചുമര് ശുദ്ധിയാണ്. എന്താണിത്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ അതൊക്കെ ക്ലിയർ ആയിരിക്കുക, നിർമ്മലമായിരിക്കുക. മനസ്സിൽ ചീത്ത ചിന്തകളൊന്നുമില്ലാതെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചുമര് നല്ല സ്ട്രോങ് ആകും. ഒന്നാമത്തെ ചുമര് റെഡി. ഇനി രണ്ടാമത്തേത്. അതാണ് നല്ല അറിവ്. അതായത് നല്ല അറിവ് അല്ലെങ്കിൽ ശരിയായ ജ്ഞാനം. ചുമ്മാ കുറെ കാര്യങ്ങൾ അറിയുന്നതല്ല, മറിച്ച് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള തിരിച്ചറിവ്. നമ്മുടെ കൊട്ടാരത്തിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്, ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ അറിവാണ്. ഇനി മൂന്നാമത്തെ ചുമര്, അത് കരുണയാണ്. ഈ കൊട്ടാരമെന്ന് പറയുന്നത് നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടാനുള്ള ഒരിടമല്ല. അതിനെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതാണ് കരുണ. അവസാനമായി 4ാമത്തെ ചുമർ, സ്നേഹം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടാരത്തെ ഒരുമിച്ച് നിർത്തുന്ന സിമന്റ് എന്ന് പറയാം. ബാക്കിയുള്ള എല്ലാ പുണ്യങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന, എല്ലാത്തിനെയും ചേർത്തു പിടിക്കുന്ന ആ ഒരു വലിയ ശക്തി, അതാണ് സ്നേഹം. അപ്പം നമ്മുടെ കൊട്ടാരത്തിന്റെ സ്ട്രക്ചർ റെഡിയായി, അടിത്തറയായി, 4 ചുമരുകളുമായി. പക്ഷേ അതുകൊണ്ട് മാത്രമായോ? ഇല്ല. അതിനകത്തൊരു ജീവൻ വേണ്ടേ? ഒരു വെളിച്ചം വേണ്ടേ? ഒരു സംഗീതം വേണ്ടേ? അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ മേൽക്കൂര. എന്തായിരിക്കും ഈ കൊട്ടാരത്തിന്റെ മേൽക്കൂര? അത് സമാധാനമാണ്. പുറത്തുനിന്നുള്ള ഒന്നിനും നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റാത്ത ഒരു സംരക്ഷണ കവചം. ഇനി അകത്തേക്ക് കയറാനോ? അതിനൊരു വാതിൽ വേണോ, അല്ലേ? അതാണ് ആരാധന. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വഴി. ഉള്ളിലെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, അല്ലേ? അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അവസാനം ഈ കൊട്ടാരത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ ഒരു സംഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് ആനന്ദം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ കൊട്ടാരം ശരിക്കും പൂർണ്ണമാകുന്നത്. കൊട്ടാരമൊക്കെ പണിതു, അടിപൊളിയായി. പക്ഷേ എന്തിനാണിത്? എന്താണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം? വെറുതെ സമാധാനമായി ഒരിടത്ത് ഒതുങ്ങിക്കൂടാനാണോ? അല്ല, അതിലും വലുതാണ് ഇതിന്റെ ഉദ്ദേശ്യം. തായുമാനവർ എന്ന കവിയുടെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. എത്ര മനോഹരമായ വരികളാണെന്ന്. അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയുള്ളൂ: എപ്പോഴാണ് എനിക്ക് ആകാശത്തെപ്പോലെ വിശാലമായ, ഒന്നിനോടും ബന്ധമില്ലാത്ത പൂർണ്ണമായ ആ ഒരു ബോധത്തിലേക്ക് അലിഞ്ഞുചേരാൻ കഴിയുക? അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ കൊട്ടാരമില്ലേ, അത് വെറും ഒരു സങ്കല്പമല്ല. തായുമാനവർ പറഞ്ഞ ആ ഒരു പരമമായ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്, ഒരു ഉപാധിയാണ്, ഒരുക്കമാണ്. അപ്പോ ഈ ഒരു വലിയ ആശയം നമ്മൾ കേട്ടു. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ തകർക്കാനാവാത്ത കൊട്ടാരത്തിന്റെ പണി എപ്പോൾ തുടങ്ങും?
ഏത് ഭാഗമാണ് നിങ്ങൾ ഇന്ന് പണിയാൻ പോകുന്നത്? വിശ്വാസത്തിന്റെ അടിത്തറയിടാനാണോ? അതോ സ്നേഹം കൊണ്ട് ഒരു ചുമര് കെട്ടാനാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. തീരുമാനം നിങ്ങളുടേതാണ്.